മണിപ്പൂരിൽ അക്രമം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. കലാപത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങളും മുദ്രവച്ച കവറിൽ നൽകണം. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, എന്താണ് കോടതി നിർദ്ദേശം? വീണ, മണിപ്പൂരിൽ സമാധാന നീക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും അക്രമം തടയുന്നതിനും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുക്കുന്നതിനുമാണ് പ്രഥമ പരിഗണന എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത്. സർക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്നതും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വ്യക്തമാക്കി. തുടർന്നാണ് കലാപവുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. കലാപത്തിൽ നഷ്ടമായിട്ടുള്ള സ്വത്തുവകകൾ കണക്കുകൾ, നാശനഷ്ട കണക്കുകൾ, പ്രതികൾക്കെതിരെ സ്വീകരിച്ച നിയമ നടപടി, നിലവിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ഒപ്പം ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങിയിട്ടുള്ള ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം സംസ്ഥാനത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് സുപ്രീം കോടതി തന്നെ നിയോഗിച്ച ജസ്റ്റിസ് ഗീത മിത്തൽ സമിതിയും കോടതിക്ക് റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കോടതി പരിശോധിച്ചു വരികയാണ്. തുടർന്ന് കേസ് വിശദമായ വാദം കേൾക്കുന്നതിനായി 2025 ജനുവരി 20 മാറ്റിവെച്ചിട്ടുണ്ട്. ശരി ജിഷ്ണു.